കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും നാടിനെക്കുറിച്ചും നാടിൻ്റെ ഭാവിയെക്കുറിച്ചും വളരെ ഗുണപരമായി വ്യത്യസ്തമായ ഒരു സമീപനമുണ്ട്. ചില വിഷയങ്ങളെല്ലാം ഊതി വീർപ്പിച്ച് സായാഹ്ന ചർച്ചകൾ നടത്തി ഈ ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്തത ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. അതിൽ മാധ്യമ സുഹൃത്തുക്കൾ ക്ഷമിക്കണം, ഏതാനും മാധ്യമങ്ങൾ ഏറെയും കുറഞ്ഞ പങ്കുവഹിക്കുന്നു. ഇടതുപക്ഷം എങ്ങനെ വ്യത്യസ്തമാണ് എന്നുള്ളത് കേരളം ഏത് രൂപത്തിലാണ് ഘട്ടം ഘട്ടമായി പുരോഗമിച്ചത് എന്നുള്ളതിൻ്റെ ചരിത്രം നോക്കിയാൽ അതിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വഹിച്ചിട്ടുള്ള പങ്കെന്താണ് എന്ന് പരിശോധിച്ചാലൊക്കെ മനസ്സിലാക്കും. അതിന് ഈ പഠന കോൺഗ്രസുകളുടെ ചരിത്രം നിങ്ങളെ സഹായിക്കും. പ്രധാന സഹായിച്ചതിനെ കുറിച്ചാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധം. പഠന കോൺഗ്രസുകൾ നടത്തുമ്പോൾ അതിന് നേരിട്ട് നേതൃത്വം വഹിച്ചത് EMS തന്നെയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചതും EMS മുൻകൈയെടുത്ത പാർട്ടിയാണ് ചെയ്തത്. അതിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് EMS ആണ്. അപ്പോൾ EMS പറഞ്ഞൊരു കാര്യമുണ്ട്. EMS എന്ന് നമ്മൾ സാധാരണഗതിയിൽ എപ്പോൾ പരാമർശിക്കുമ്പോഴും AKG നമ്മുടെ ബോധത്തിലേക്ക് EMS AKG അല്ലെങ്കിൽ AKG EMS അങ്ങനെയാണ് പറയാം. കുറച്ചും കൂടെ ഗഹനമായി പോകുമ്പോൾ T കൃഷ്ണപിള്ളയെ നമ്മൾ പരാമർശിക്കും, സ്ഥാപക സെക്രട്ടറി എന്നാണ്. EMS-നെ പോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിടയിൽ തുടർ പഠനം ഉപേക്ഷിച്ചയാളാണ് AKG. അതിൽ AKG ഊന്നിപ്പറയാറുള്ള ഒരു കാര്യം EMS AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുമ്പോൾ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊക്കെയാണ് വിദ്യാർത്ഥി പ്രവർത്തകനാണ്. AKGക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നാടിൻ്റെ പ്രശ്നങ്ങളെയും നാടിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികളെയും കുറിച്ച് ഗൗരവമുള്ള പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തണം, പഠന പരിപാടികൾ നടത്തണം, ഗവേഷണ പരിപാടികൾ നടത്തണം. ഇത് AKG പറയാറുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് AKG മരിച്ചു കഴിഞ്ഞപ്പോൾ 1977 മാർച്ചിലാണ് AKG മരിച്ചത്. അതിനെ തുടർന്ന് പാർട്ടി നേതൃത്വയോഗം ചേർന്നപ്പോൾ EMS പറഞ്ഞു AKGയുടെ ഒരു സ്വപ്നമാണ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയം മാത്രമുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ കൂടി ഒരുമിച്ചിരുത്തി പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില ഇടപെടലുകൾ നടത്തണം. EMS എപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കുറിപ്പ് വിതരണം ചെയ്യുന്നതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തെക്കുറിച്ച്, സമ്പദ്ഘടനയെക്കുറിച്ച്, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചെല്ലാം ഗഹനമായി ഗവേഷണം നടത്തി കണ്ടെത്തലുകൾ നടത്തുന്ന അക്കാദമിക് പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിന് വലിയ സംഭാവന നൽകുന്നവരാണ്. എന്നാൽ അത് മാത്രം പോരാ, അവരുടെ പഠനങ്ങളും ഗവേഷണ ഫലങ്ങളും മാത്രം പോരാ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അനുഭവപരിചയമുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് എങ്ങനെ വേണം നമ്മുടെ നാടിൻ്റെ ഭാവി വികസന പാത കൈപ്പിടിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ജനകീയ പ്രവർത്തകർ, ജനങ്ങളുമായി ഉറ്റബന്ധമുള്ള പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, അവരുടെ അനുഭവ സമ്പത്തും അക്കാദമിക് പണ്ഡിതന്മാരുടെ ഗവേഷണ പഠിത്തവും ഇതിനെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം. ഒരു വൈരുദ്ധ്യാത്മകമായ ബന്ധം ഇവ തമ്മിൽ വേണം എന്നുള്ളതാണ് EMS ഊന്നി പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് നേതൃത്വത്തിലുള്ള പഠന കോൺഗ്രസുകൾ നടന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര പഠന കോൺഗ്രസുകൾ, വിദേശത്ത് നിന്നുള്ള പണ്ഡിതന്മാർ കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരൊക്കെ വരാറുണ്ട്. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, ഇതുവരെ 4 പഠന കോൺഗ്രസുകളാണ് നടന്നിട്ടുള്ളത്. ആ പഠന കോൺഗ്രസുകൾക്ക് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്നൊഴികെ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത് എന്ന ഒരു വസ്തുതയും നിങ്ങൾക്ക് തരുന്ന പഠന കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നാട്
മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഈ 5ാം പഠന കോൺഗ്രസ് ഫെബ്രുവരി മാസം 20-21 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകും. 21-22 തീയതി കുറച്ചും കൂടെ നേരത്തെയാക്കാൻ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രേരണ സംഭവിച്ചതാണ്. അപ്പോൾ അതെല്ലാം വിശദാംശങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പഠന കോൺഗ്രസിനെ തുടർന്ന് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യണം. പഠന കോൺഗ്രസിൽ വരുന്ന അഭിപ്രായങ്ങൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തുകൊണ്ട് ആവിഷ്കരിക്കുന്ന ഭാവി കാഴ്ചപ്പാടുകളുണ്ട്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോണ്ട്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ അതൊരു മുന്നണിയാണ്. കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രന്മാരും കൂടെ ചേർന്നൊരു മുന്നണിയായിരുന്നു ഒരർത്ഥത്തിൽ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നാണ്, വേറെ പാർട്ടികളൊന്നും അതിനകത്തുണ്ടായിരുന്നു. ആ ഗവൺമെന്റിന്റെ കാലം മുതൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ചർച്ച തുറന്നുള്ള നാളുകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.